2024 ഡിസംബർ അവസാന വാരം, അതായത് കഴിഞ്ഞ മാസം ഡിസംബർ അവസാന വാരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നക്സലുകളുടെ താവളമായ ബസ്തറിലെത്തി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. നക്സലുകളെ ഇനി കീഴടങ്ങാൻ അനുവദിക്കില്ല, തീർത്ത് കളയാനാണ് തീരുമാനം. അതിൽ എടുത്തു പറഞ്ഞൊരു പേരുണ്ട്. രാജ്യം തലയ്ക്ക് വിലയിട്ട 100 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട ഒരു കൊടും ഭീകരനായ നക്സൽ നേതാവ്. ആ നക്സൽ നേതാവ് കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഛത്തീസ്ഗഡിലെ ഗാരിയാബന്ദ് ജില്ലയിൽപ്പെടുന്ന കുളാരിഗഡ് വനമേഖലയിലായിരുന്നു സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ പുരോഗമിച്ചത്. ഇത് പോലീസ് ഔദ്യോഗികമായിട്ട് 14 പേർ, ഇന്നത്തെ ഏറ്റുമുട്ടലിൽ 14 പേർ കൊല്ലപ്പെട്ട വിവരം ഒഫീഷ്യലായിട്ട് തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ വിവരം, അതായത് ഈ കൊല്ലപ്പെട്ടത് ഹിത്മ എന്ന് പറയുന്ന കൊടും ഭീകരനാണ് എന്നുള്ള വിവരം ത്തിൻ്റെ ഡീറ്റെയിൽസുകൾ പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ തലയ്ക്ക് 100 ലക്ഷം രൂപ വിലയിട്ട, അല്ലെങ്കിൽ 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ട ഒരു കൊടും ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയത്തിന് ഉള്ളിൽ ഹിത്മയുടെ ഒരു മരണത്തിൻ്റെ സ്ഥിരീകരണം ഉണ്ടായേക്കാം. ജനുവരി 19-നാണ് ഈ ഓപ്പറേഷൻ തുടങ്ങിയത്. ആ ഓപ്പറേഷൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ 12 നക്സലുകൾ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് ഒരു 4 നക്സലുകളോട് കൊല്ലപ്പെട്ടിരുന്നു. ഇതോടുകൂടി കൊല്ലപ്പെട്ട നക്സലുടെ എണ്ണം 28ആയി ഉയർന്നിരിക്കുന്നു. ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ജവാന് പരിക്കേറ്റതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും സൈന്യമാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഈ ഓപ്പറേഷൻ്റെ മറ്റും വിവരങ്ങൾ മാധ്യമങ്ങൾക്കും മറ്റും നൽകുന്നത് സംസ്ഥാന പോലീസാണ്, ഛത്തീസ്ഗഡ് പോലീസാണ്. പോലീസിൻ്റെ പത്രക്കുറിപ്പിൽ 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ തലയ്ക്ക് വിലയിട്ട, അതായത് രാജ്യം തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരൻ, അതായത് പലവട്ടം സൈന്യത്തെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ കൊടും ഭീകരൻ, പലപ്പോഴും സൈന്യത്തിൻ്റെ പിടിയിൽ നിന്ന് വഴുതി മാറി രക്ഷപ്പെട്ട കൊടും ഭീകരൻ, ഈ ഭീകരന് മാപ്പ് നൽകില്ല എന്ന് ബസ്തറിൽ വെച്ച് അമിത് ഷാ പരസ്യമായി തന്നെ പറയുകയുണ്ടായി. ആർക്ക് മാപ്പ് നൽകിയാലും ഈ ഭീകരന് മാപ്പ് നൽകില്ല എന്ന് പറയുകയുണ്ടായി. ഏതായാലും നമ്മുടെ രാജ്യത്തിന് കുറേ നാളുകളായി തലവേദന സൃഷ്ടിച്ചു കൊണ്ടിരുന്ന നക്സലിസത്തിൻ്റെ, അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ തലതൊട്ടപ്പനായ ഹിത്മയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ഏതായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചൊരു വലിയ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു വലിയ പുതുവർഷത്തിൽ തന്നെ ലഭിക്കുന്ന ആദ്യത്തെ വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. രാജ്യം നോട്ടമിട്ട കൊടും ഭീകരനടക്കം 14 നക്സലുകൾ ഈ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.